നമസ്കാരം മക്കളെ, വെൽക്കം ടു CC+. മിസ്സിനെ ഓർമ്മയുണ്ടോ? ഞാൻ ദിവ്യ വിനിൽ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്വരാക്ഷരങ്ങൾ പഠിച്ചിരുന്നു. മക്കളെല്ലാവരും വീട്ടിൽ എഴുതി നോക്കിയോ? വാക്കുകളൊക്കെ കണ്ടെത്തിയോ? കൂടുതൽ വാക്കുകളൊക്കെ? അത് കഴിഞ്ഞാൽ നമുക്ക് വ്യഞ്ജനാക്ഷരങ്ങളാണ് ഇന്ന് പഠിക്കാനുള്ളത്. ഇന്ന് കുറച്ച് വ്യഞ്ജനാക്ഷരങ്ങൾ നമുക്ക് ഇന്ന് പഠിക്കാം, അതിൻ്റെ വാക്കുകളും കേട്ടോ. അപ്പോൾ നമുക്കിന്ന് ക്ലാസ്സിലേക്ക് പോകാം. എല്ലാവരും ശ്രദ്ധിക്കണം, കൂടുതൽ വാക്കുകൾ കണ്ടെത്താൻ ശ്രമിക്കുകയും വേണം കേട്ടോ. അപ്പോൾ നമുക്ക് വ്യഞ്ജനാക്ഷരങ്ങളിലേക്ക് പോകാം. ഇതാണ് വ്യഞ്ജനാക്ഷരങ്ങൾ. വ്യഞ്ജനാക്ഷരങ്ങൾ ഒരു വർഗത്തിൽ, ഇതിനെ കവർഗമെന്നും ചവർഗം, ടവർഗം, തവർഗം, പവർഗം അങ്ങനെയാണ് നമ്മൾ പറയാം. ഓരോന്നിലും അവർ 5 പേരാണ്. അവർ 5 പേരാണ് ഫ്രണ്ട്സ്. അപ്പോൾ ക, ച, ട, ത, പ അങ്ങനെ നമുക്ക് പറഞ്ഞാൽ ആ ഓർഡർ നിങ്ങൾക്ക് മറക്കില്ല. അപ്പോൾ നമുക്ക് പറയാം. ഖ, ഖ, ഘ, ഘ, ങ. ഖ, ഖ, ഘ, ഘ, ങ. ഛ, ഛ, ഝ, ഝ, ഞ. ഛ, ഛ, ഝ, ഝ, ഞ. ഠ, ഠ, ഢ, ഠ, ണ. ഠ, ഠ, ഢ, ഠ, ണ. ഥ, ഥ, ധ, ധ, ന. ഥ, ഥ, ധ, ധ, ന. പ, ഫ, ഭ, ഭ, മ. പ, ഫ, ഭ, ഭ, മ. അടുത്തത് യ, ര, ല, വ, ശ, ഷ, സ, ഹ, ള, ഴ, റ. യ, ര, ല, വ, ശ, ഷ, സ, ഹ, ള, ഴ, റ. ഇങ്ങനെയാണ് നമ്മുടെ വ്യഞ്ജനാക്ഷരങ്ങൾ വരുന്നത്. ഇനി നമുക്ക് ഓരോ വ്യഞ്ജനാക്ഷരങ്ങളായി എഴുതി പഠിക്കാം. ഇവിടെയും നമുക്ക് എഴുതുമ്പോൾ 2 ലൈനിനുള്ളിൽ വേണം എഴുതാനായിട്ട് കേട്ടോ. എങ്ങനെ എഴുതുക എന്നുള്ളത് മിസ് കാണിച്ചു തരേ. ആദ്യം നമ്മൾ പഠിച്ചത് ഖ, 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 ങ അല്ലേ? നമുക്ക് ഖ എങ്ങനെ എഴുതാം എന്നുള്ളത് നോക്കാം. ഇങ്ങനെ തുടങ്ങി ഖ. ഖ ഒന്നുകൂടെ എഴുതി കാണിച്ചു തരാം മിസ്. ഖ. അടുത്തത് ഘ എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഗ. ഒന്നുകൂടെ എഴുതി കാണിച്ചു തരാം. ഘ. ഇനി ഇതിൽ ഓരോ വാക്കുകൾ നോക്കിയാലോ. കടൽ. ക, കടൽ. ക, കടൽ. ന, നഖം. 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 ക, ഖ, കടൽ, നഖം. ഇനി അടുത്ത അക്ഷരം നോക്കിയാലോ. അടുത്തത് ഏതായിരുന്നു? ഖ അല്ലേ? ഘ. ഘ എഴുതാൻ മേലത്തെ വരയിൽ നിന്ന് തുടങ്ങി താഴത്തെ വരയിൽ അവസാനിക്കുക. മേലത്തെ വരയിൽ നിന്ന് തുടങ്ങി താഴത്തെ വരയിലൂടെ പോയി വീണ്ടും മേലോട്ട് പോയി താഴോട്ട്. ഘ. ഇനി ഘ അതെങ്ങനെയാണ് എഴുതുക എന്നുള്ളതാണ്. അവിടെ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, വരയിൽ നിന്ന് പുറത്തു പോവരുത്. അപ്പോൾ എഴുതേണ്ടത് ആദ്യം വരയിൽ തൊടാതെ ഇങ്ങനെ വേണം എഴുതാനായിട്ട്. ഘ എഴുതേണ്ടത് ഇങ്ങനെയായിരിക്കണം. ഘ, ഘ, ഖ. ഇനി അതിൻ്റെ വാക്കുകൾ നോക്കിയാലോ. ഘ, ഗധ,
അല്ലേ? ഒരായുധമാണ്. ഘ ഗധ. ഘ ഘ ഘടികാരം. ഘടികാരം. നമ്മൾ സമയം നോക്കുക, വാച്ച്. ഘടികാരം. ഘ ഗധ ഖ ഘടികാരം. അടുത്ത അക്ഷരം ഏതായിരുന്നു ഇവരുടെ കൂട്ടത്തിലെ? നമ്മൾ കണ്ടു അല്ലേ, 5 പേരുണ്ടെന്ന് പറഞ്ഞു. അതിലെ അവസാനത്തെ ആള് ങ. ങ ഇങ്ങനെ എഴുതി. ങ. ങ. അപ്പൊ ഇതിന്റെ വാക്ക് നോക്കിയാലോ നമുക്ക്. ഇതെന്താണ്? ങ്യാവൂ. ങ്യാവൂ. പൂച്ച ഇടുന്ന ശബ്ദമാണ് അല്ലേ? ങ്യാവൂ. ങ ങ ങ്യാവൂ. അപ്പൊ നമ്മള് ഇപ്പൊ ഏതൊക്കെയാ പഠിച്ചത്? ഖ ഖ ഘ ഖ ങ. എഴുതാനായിട്ട് 5 അക്ഷരങ്ങളും 5 വാക്കുകളും നമ്മൾ പഠിച്ചു. നിങ്ങൾ മക്കൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കൂടുതൽ വാക്കുകൾ എന്തായാലും കണ്ടെത്തണം കേട്ടോ. അടുത്തത് ഏതാ പറഞ്ഞത്? അടുത്ത് ഖ ഖ ഘ ഘ ങ കഴിഞ്ഞാൽ ചവർഗമാണ് അല്ലേ? കച്ചട്ട തപ്പ എന്ന് പറഞ്ഞതിലെ ചവർഗം. ച എഴുതുന്നത് ശ്രദ്ധിക്കണം. ച. ച ച. അടുത്ത അക്ഷരമോ? ഛ. അതെഴുതുമ്പോൾ ച പോലെ തന്നെ പോയി മേലോട്ട് വന്ന് ഇങ്ങനെ ആണ് ഛ. ഒന്നുകൂടെ എഴുതി കാണിക്കേ. ഛ. ഇനി അത് ഉപയോഗിച്ച് ഓരോ വാക്കുകൾ നോക്കിയാലോ. ഇപ്പോ വേനലിൽ സുലഭമായി കിട്ടുന്ന അല്ലേ പഴമാണ് ചക്ക. ച ചക്ക. ച ചക്ക. അടുത്തത് ഇത് നമുക്ക് പരിചയമുള്ള വസ്തുവാണ് അല്ലേ? നമ്മളിതിന് കുട എന്ന് പറയും. എന്നാൽ കുടയ്ക്ക് മറ്റൊരു പേരുണ്ട്. ഛത്രം. ഛത്രം. ഛത്രം എന്ന് പറഞ്ഞാൽ കുട. ഛ ചക്ക, ഛ ഛത്രം. മനസ്സിലായോ? അടുത്തത് ഏതാണ്? ഇതിലെ അടുത്ത അംഗം, അവരുടെ അടുത്ത ഫ്രണ്ട് ആരാണ് നോക്കാം. ജ. ജ എഴുതുമ്പോൾ നടുവിൽ നിന്ന് തുടങ്ങി ഉള്ളിൽ അവസാനിക്കണം. ഉള്ളിൽ തന്നെ അവസാനിക്കണേ. ജ. ജ ഛ ഛ ജ. അടുത്ത അക്ഷരം ഝ. ഛ ഛ ഝ ഝ. എഴുതുന്നത് താഴെ നിന്ന് തുടങ്ങി ഉള്ളിലൂടെ വന്ന് മേലോട്ട്. ഈ അക്ഷരങ്ങളെല്ലാം കൂടുതൽ തവണ എഴുതി പഠിച്ചാൽ മാത്രമാണ് വൃത്തിയാവുള്ളൂ കേട്ടോ. ഛ ഛ ഛ ഝ ഝ. നമുക്കിതിൻ്റെ വാക്കുകൾ നോക്കിയാലോ. ഇതൊന്നുകൂടെ എഴുതി കാണിക്കേ. വൃത്തിയായോ? ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു അക്ഷരവും കൂടെ ഉണ്ട്, അവസാനത്തേത് അല്ലേ? ഛ ഛ ഝ ഝ ഞ. ഞ.
ഞ. ഞ എഴുതുന്നത് ഇങ്ങനെയാണ്. നമുക്കതിൻ്റെ വാക്കുകളിലേക്ക് നോക്കാം. ജ വെച്ചിട്ടുള്ള വാക്ക് നമ്മൾക്കറിയാവുന്ന വസ്തുക്കളാണ് അല്ലേ. ജ ജനൽ. ജ ജനൽ. ഛ ജഷം. ജ ജഷം. നമ്മൾ മീന്, മത്സ്യം എന്നൊക്കെ പറയും അല്ലേ. അപ്പോൾ ജ ജഷം. അടുത്തത് ഞ. ഞ ഞണ്ട്. ഞ ഞണ്ട്. അപ്പോൾ ഇത് വൃത്തിയായോ? നമ്മളിപ്പോൾ ഖ ഖ ഘ ഘ ങ ഛ ഛ ഝ ഝ ഞ പഠിച്ചു. അടുത്തത് ടവർഗമാണ് അല്ലേ. അതെഴുതുന്നത് ഠ ഠ. ആദ്യം നമുക്ക് ആദ്യത്തെ 2 അക്ഷരങ്ങൾ നോക്കാം. ഠ. ഠ മേലിന്ന് തുടങ്ങി ഠ. ഠ. അടുത്തത് ഠ. കണ്ടോ? ഇതൊക്കെ എളുപ്പമുള്ള അക്ഷരങ്ങളാണ്, പക്ഷെ പരസ്പരം മാറിപ്പോകും അല്ലേ. ഠ ഠ. ഇനി ഇത് വെച്ചിട്ടുള്ള വാക്കുകൾ നോക്കിയാലോ. ഠ നമ്മൾ അപ്ലേ പഠിച്ചു അല്ലേ. ഇതേ വസ്തുവിന് നമ്മൾ മറ്റൊരു പേര് കണ്ടിരുന്നു മുന്നിൽ അല്ലേ. ഛത്രം. അതെ. ഇത് കുട. ഠ കുട. കുട. ഇത് ഠ. ഠ പീഠം. 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 ഠ കുട. ഠ പീഠം. ഇനി അടുത്ത അക്ഷരത്തിലേക്ക് നോക്കിയാലോ നമുക്ക്. അടുത്ത 3 അക്ഷരങ്ങളാണ് ഇവരുടെ കൂട്ടത്തിലുള്ളത്. നമ്മൾ 2 പേരെ ആദ്യം പഠിച്ചു. അടുത്ത 3 പേര് ദ. ശ്രദ്ധിക്കാം. താഴെ നിന്ന് തുടങ്ങി മേലോട്ട്, വീണ്ടും താഴേക്ക് വന്ന് മേലോട്ട്. ഠ. അടുത്ത അക്ഷരം ഇതേപോലെ തന്നെ ധ. ധ. ഇതിൻ്റെ അവസാന കൂട്ടുകാരൻ ആരാണ്? ണ. അതെ. ണ. താഴോട്ട് വന്ന് മേലോട്ട് പോയി, വീണ്ടും തൊട്ട് താഴേക്ക് വന്ന് വീണ്ടും മേലോട്ട് പോയി ണ. അപ്പോൾ ഠ ഠ പഠിച്ചു. ഠ ഠ ണ. 3 അക്ഷരം. ഇനി ഇതിൻ്റെ വാക്കുകൾ നോക്കിയാലോ. ധ ധപ്പി അല്ലേ. നമ്മൾ സാധനങ്ങൾ കിട്ടി വയ്ക്കുന്ന ധ ധപ്പി. ധ ധക്ക. വാദ്യോപകരണമാണ്. ധ ധക്ക. അടുത്തത് ണ വീണ. ണ വീണ. അതും ഒരു വാദ്യോപകരണമാണ് അല്ലേ. ധപ്പി ധക്ക വീണ. ധപ്പി ധക്ക വീണ. അപ്പോൾ ഇന്ന് നമ്മൾ ഏതൊക്കെയാ പഠിച്ചത്? ഖ ഖ ഘ ഘ ങ ഛ ഛ ഝ ഝ ഞ ഠ ഠ ഢ ഠ ണ. ഇത്രയും വ്യഞ്ജനാക്ഷരങ്ങളാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇതിലെ ഓരോ വാക്കുകളും നമ്മൾ കണ്ടു. മക്കൾ കൂടുതൽ വാക്കുകൾ കണ്ടെത്തണം. കൂടുതൽ വാക്കുകൾ നിങ്ങൾക്ക് കണ്ടെത്താൻ ന്യൂസ് പേപ്പറോ പുസ്തകങ്ങളെല്ലാം നിങ്ങൾക്ക് ആശ്രയിക്കാവുന്നതാണ്. കൂടുതൽ വാക്കുകൾ കണ്ടെത്തി എഴുതി വയ്ക്കുക കേട്ടോ. മിസ് എടുക്കുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് ഇതുപോലെ നമ്മുടെ ഭാഷയിൽ ഒക്കെയുള്ള അക്ഷരങ്ങൾ മുതൽ, ചിലർക്ക് അക്ഷരങ്ങൾ മനസ്സിലായി, എവിടെയെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു സംശയങ്ങളൊക്കെ ആവും ഉണ്ടാവുക. അതൊക്കെ നികത്താനായിക്കൊണ്ട്
CC+ നമ്മുടെ ഈ വെക്കേഷന് നമുക്കൊരു കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, കളറിങ്. നമുക്കതിന് ഓരോ കുട്ടികളും അവരുടെ കുറവുകൾ എവിടെയാണ് എന്ന് ആദ്യം ഒരു അധ്യാപകർ ഇരുന്ന് കണ്ടെത്തിക്കൊണ്ട് അവർക്ക് അതിന് പറ്റുന്ന രീതിക്കുള്ള ഒരു അധ്യാപന രീതിയാണ് നമ്മുടെ അധ്യാപകർ ആശ്രയിച്ചിരിക്കുന്നത്. അപ്പോൾ മക്കൾക്ക് എന്തെങ്കിലും അങ്ങനത്തെ ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഈ കാണുന്ന 9496949929 എന്ന നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം കിട്ടും. അപ്പോൾ ഈ വെക്കേഷൻ നമ്മുടെ എല്ലാ കുറവുകളും നികത്താനുള്ളതാവണം. താങ്ക് യു.